ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചിറകു വിരിച്ച് എന്നുള്ളതിലെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്നുള്ള പാഠഭാഗം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പാഠഭാഗത്തിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. കുട്ടി യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? ഇപ്പം നമുക്കറിയില്ല അല്ലേ എവിടേക്കാണ് യാത്ര എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയുടെ യാത്ര എവിടേക്കാണെന്നുള്ളത് മനസ്സിലാവും. അപ്പം നമുക്ക് നോക്കാം. വട്ടത്തിൽ ചവിട്ടുമ്പോൾ, അതിന് താഴെ സൈക്കിൾ ചവിട്ടാൻ എന്നുള്ള ഒരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആരാണ് എഴുതിയിട്ടുള്ളത്? പി രാമചന്ദ്രൻ. അവിടെ ഒരു ചിത്രം കൊടുത്തത് കണ്ടോ? ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ചിത്രീകരണം വരച്ചത് ആരാണ്? ബാബുരാജൻ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പാഠഭാഗം ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു അങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി രാമചന്ദ്രൻ്റെ സൈക്കിളു ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിളു ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. മൈക്കിളു ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിളു ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിളു ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പം നമ്മൾ കണ്ടല്ലോ കുട്ടി എവിടേക്കാണ് പോകുന്നത്. കുട്ടിക്ക് പോവേണ്ടത് എവിടേക്കാണ്? ചന്ദ്രനിലേക്കാണ് അല്ലേ? ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് ഈ ഒരു കവിതയിൽ എന്ന് പറഞ്ഞു അല്ലേ? പി രാമചന്ദ്രൻ്റെ സൈക്കിൾ ചവിട്ടാൻ എന്നുള്ള കവിതയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ചന്ദ്രനിലേക്കുള്ള ഒരു സങ്കല്പയാത്രയാണ്. അപ്പോൾ കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെടുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് എന്താണ്, ആളുകൾ സൈക്കിൾ എടുത്തിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, സവാരികളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിലോ അധികം വീടുകളിലും എന്താണ് സ്വന്തമായിട്ട് 2 വീലേഴ്സ് ആണെങ്കിലും അതുപോലെ കാറാണെങ്കിലും ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ ബസ്സിലാണെങ്കിലും ഒക്കെയാണ്, ബസ്, ഓട്ടോ, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാനുണ്ട്. പക്ഷെ പണ്ടുള്ള കാലത്തൊക്കെ ആളുകൾ എന്താണ്, സൈക്കിളൊക്കെ വാടകയ്ക്ക് വാങ്ങിയിട്ടാണ് പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ കുട്ടി എങ്ങോട്ട് ചന്ദ്രനിലേക്കും എങ്ങനെയാണ് പോകുന്നത്? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലാണ് പോകാൻ പോകുന്നത്. ഇനി അപ്പോൾ ഈ കുട്ടി ഇല്ലേ, മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ സൈക്കിൾ എടുക്കണം, എന്നിട്ടാണ് ചന്ദ്രനിലേക്ക് യാത്ര പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങളൊക്കെ പലതും പറഞ്ഞു. പക്ഷേ എന്താണ്, കുട്ടി അതിനുള്ള മറുപടികളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? മൈക്കിൾ ചേട്ടനോട് കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം എന്താണ്, മൈക്കിൾ ചേട്ടൻ അവൻ്റെ മറുപടിക്കൊക്കെ മുന്നിൽ തോറ്റുപോയിട്ട് സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് നോക്കാം. അങ്ങു ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വായിച്ച സമയത്തില്ലേ അവിടെ നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ? എന്താണ്, നമ്മുടെ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് എന്താണ്, മനോഹരമാണ് അല്ലേ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളും മരതക പട്ടുടുത്ത ഭൂമിയാണ്. അപ്പം നമ്മളുടെ എന്താണ് ഇവിടെ വന്നിട്ടല്ലേ, ആകാശത്തുള്ള ആളുകളില്ലേ ചന്ദ്രനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് എന്താണ്, സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരും അവിടെ ഉണ്ടാകില്ലേ എന്നൊക്കെ എന്താണ് കുട്ടി ചിന്തിക്കുകയാണ്. അപ്പോൾ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും? അപ്പോൾ എന്താണ്, ഇവിടുന്ന് കുട്ടി ചന്ദ്രനിലേക്ക് പോയി സൈക്കിളിന് പോവാണ് അല്ലേ, സങ്കല്പയാത്രയിൽ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് ആരൊക്കെയായിരിക്കും കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത്? ഇനി അതുപോലെ നമ്മുടെ പാഠഭാഗത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെ പറ്റിയിട്ടില്ലേ ഇവിടെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുട്ടി സൈക്കിൾ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് സൈക്കിൾ ചവിട്ടാൻ എന്നുള്ള കവിത ഒന്ന് നോക്കാം. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം, എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ, ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ, എന്നാൽ എടുത്തോ പോയി വരാം ട്ടോ,
വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമ്മ കേറി, അവിടെന്നും ചവിട്ടി ആകാശം കേറി, അവിടൊരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. ഇനിയോ, എന്തട പയ്യൻ പിടിവിട്ടു വീണു, പരിക്കെന്തു പറ്റി, കാലൊന്നുളുക്കി, ഇനി എന്തു ചെയ്യും, എടുത്തിട്ടു പോണം, പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ. എന്തട പേര്, ചന്ദ്രൻ എന്ന്, എവിടുത്തെ ചന്ദ്രൻ, മാനത്തെ ചന്ദ്രൻ, എവിടെ പോണം, ഭൂമി പോണം, എന്തിനു പോണം, സൈക്കിളു ചവിട്ടാൻ. അപ്പം ഇത്രയാണ് കവിത. പി രാമചന്ദ്രനാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അപ്പം എന്താണ്, കുട്ടി ഒരു യാത്ര പോവുകയാണ്. എന്ത് യാത്രയാണ്? ഒരു സങ്കല്പയാത്രയാണ്. എവിടേക്കാണ് യാത്ര പോകുന്നത്? ചന്ദ്രനിലേക്ക് പോവുകയാണ്. എങ്ങനെ? സൈക്കിൾ എടുത്തിട്ടാണ് പോകുന്നത് അല്ലേ? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലാണ് കുട്ടി ചന്ദ്രനിലേക്ക് യാത്ര പോകുന്നത്. അപ്പം ആദ്യം സൈക്കിൾ എടുക്കാൻ പോയപ്പോൾ മൈക്കിൾ ചേട്ടൻ പെട്ടെന്ന് സൈക്കിൾ കൊടുത്തോ? ഇല്ല. പക്ഷേ എന്താണ്, അവൻ്റെ മറുപടിയിൽ ഉത്തരങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്തു? അവസാനം മൈക്കിൾ ചേട്ടൻ എന്ത് ചെയ്തു? സൈക്കിള് അവന് കൊടുത്തു. അങ്ങനെ അവൻ സൈക്കിൾ എടുത്തിട്ട് ചന്ദ്രനിലേക്ക് പോവുകയാണ്. ആദ്യം എന്ത് ചെയ്തു? ടാറിട്ട റോട്ടിന്മേൽ കൂടെ പോയി. അതിനുശേഷം പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആഞ്ഞു കുതിച്ചിട്ട് തെങ്ങുമ്മിൽ കയറി അല്ലേ? തെങ്ങുമ്മിൽ എന്താണ്, തെങ്ങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഉയരത്തിലാണ് അല്ലേ? ആകാശമുട്ടയെ വളർന്നു നിൽക്കുന്നതാണ്. അപ്പോഴെന്താണ്, തെങ്ങുമ്മിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആകാശത്തേക്ക് എത്താം. അങ്ങനെ തെങ്ങിൽ നിന്ന് ആകാശത്തേക്ക് എത്തി. ആകാശത്തെത്തിയപ്പോൾ സമയത്ത് അവിടെ എന്താ കണ്ടത്? അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട് അല്ലേ? പിടിവിട്ട് വീണിട്ട് എന്താണ്, കാലൊന്ന് ഉളുക്കി എന്ന് പറയണം. അങ്ങനെ എന്ത്, അവനെയും സൈക്കിളിൻ്റെ പിന്നിലിരുന്നോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പേര് ചോദിച്ച സമയത്താണ് അത് ആരാന്ന് മനസ്സിലായത്? ചന്ദ്രനാണ്. എവിടുത്തെ ചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ മാനത്തെ ചന്ദ്രൻ. എവിടെ പോകണമെന്ന് ചോദിക്കുക. അപ്പം ചന്ദ്രൻ എന്താ പറയുന്നത്? ഭൂമിയിൽ പോകണം. എന്തിനു പോകണം എന്ന് ചോദിക്കുമ്പോഴോ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ പോകണം എന്നാണ് ആരുടെ ആഗ്രഹം? ചന്ദ്രൻ്റെയും ആഗ്രഹം. അങ്ങനെ എന്താണ്, സൈക്കിളിൻ്റെ പിന്നിലിരുത്തിയിട്ട് ചന്ദ്രനെയും കൊണ്ട് ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിൽ വന്നിട്ട് എന്തായിരിക്കും? ഭൂമിയിലുള്ള മനോഹാരിതയൊക്കെ ആർക്ക് കാണിച്ചു കൊടുക്കാനാണ്? ചന്ദ്രനെ കാണിക്കാനാണ്. അതുപോലെ ചന്ദ്രൻ്റെ ആഗ്രഹം എന്താണ്? ഇവിടെ വന്നിട്ട് സൈക്കിൾ ചവിട്ടാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിലുള്ളത്. ഇനി നമുക്ക് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കവിത താളമിട്ട് ചൊല്ലൂ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ എന്ത് ചെയ്യണം? കവിത താളമിട്ട് ചൊല്ലി രസിക്കണം. ഇനിയോ, രണ്ടാമത്തെ ചോദ്യം, നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് കുട്ടി. ആകാശം കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തിലൂടെ പറന്നു നടക്കുക എന്നത് കുട്ടിയുടെ വലിയ സ്വപ്നമാണ്. ഭൂമിയെ മനോഹരമാക്കുന്ന നിലാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയൂ എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു കവിത പഠിച്ച സമയത്ത് നമ്മൾ കണ്ടൂലേ, എന്താണ്, കുട്ടി സൈക്കിൾ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് മൈക്കിൾ ചേട്ടൻ പല ന്യായങ്ങൾ പറയുന്നുണ്ട് അല്ലേ? എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്? എന്തിനാണ്? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ. അപ്പോൾ കുട്ടി പറയുന്നത് നാവുണ്ട് ചേട്ടാ. അപ്പം മൈക്കിൾ ചേട്ടൻ പിന്നെ പറയാണ് ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ, ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ, എന്നാൽ എടുത്തോ പോയി വരാം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ ഇതിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാനായിരിക്കും സാധ്യത എന്നാണ്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. സീറ്റില്ല മോനെ, വേണ്ടല്ലോ ചേട്ടാ, വീഴില്ലേ മോനെ, വീഴാതെ നോക്കാം, എനിക്ക് എന്തു നൽകും അമ്പിളി മാമനെ, എങ്കിൽ നീ പോയിക്കോ പോയി വരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടി എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും? അതിനുള്ള ഉത്തരം നമുക്കൊന്ന് എഴുതി നോക്കാം. പച്ച പട്ടുവിരിച്ച താഴ്വാരങ്ങളും കുന്നുകളും മലകളും തിരയൊടുങ്ങാത്ത കടലുകളും കളകളമൊഴുകുന്ന പുഴകളും അരുവികളും കുളങ്ങളും അതിൽ തുള്ളിക്കളിക്കുന്ന മീനുകളും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ചന്ദ്രൻ കണ്ടിട്ടുണ്ടാവും. ഇത്രയും കാഴ്ചകൾ മാത്രമായിരിക്കുമോ ചന്ദ്രൻ കണ്ടിട്ടുണ്ടായിരിക്കുക? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചന്ദ്രൻ കണ്ടതായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടേതായിട്ടുള്ള ഭാവനയിൽ ഇതിൽ കൂട്ടിച്ചേർത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും പാഠഭാഗമൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.